ദൈവത്തിന്റെ ഉദ്ദേശം, മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ അഥവാ സുവിശേഷ നിമിത്തം ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്, അതിനെക്കുറിച്ച് നമുക്കിനി അല്പം ചിന്തിക്കാം. അത് പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എഫേസ്യ ലേഖനം 3 മുതൽ 10 വരെ ഒന്ന് വായിച്ചാൽ. എഫേസ്യ ലേഖനം 3 അധ്യായം 3 മുതൽ 10 വരെ. എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 3 to 10. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ഈ വിഷയം നിങ്ങൾ കർത്താവിന്റെ ദാസിമാരാ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്നതും കർത്താവിന്റെ ദാസന്മാർ നിങ്ങളെ ആഴമായി പഠിപ്പിച്ചുള്ള വിഷയങ്ങളാണ്. എന്നാൽ ഒന്നുകൂടെ നമ്മൾ പഠിച്ച വിഷയങ്ങളെ തന്നെ ഒന്നുകൂടെ നമുക്ക് ആവർത്തിച്ച് നോക്കാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്കൊരു മർമ്മം വെളിവായി വന്നു. അത് സഭ മുഖാന്തരം പരിശുദ്ധാത്മാവിൽ കൂടെ ഇപ്പോൾ ലോകത്തിന് വെളിവായി വരുന്നു. എന്നാൽ ഇത് മുൻപാർക്കും വെളിപ്പെട്ടു വന്നിരുന്നില്ല. കൊലോസ്യ ലേഖനം 3:26 വായിച്ചാട്ട്. കൊലോസ്യ ലേഖനം 1:26 വായിച്ചാട്ട്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 1:26. പൂർവ്വകാലത്ത് അത് മറഞ്ഞിരുന്നതായിരുന്നു, ഇപ്പോഴത് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന്റെ എഫേസ്യ ലേഖനം 3:9-10 കൂടെ ഒന്ന് വായിച്ചാട്ട്. എഫേഷ്യൻസ് 3:9-10. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. പ്രിയമുള്ളവരെ, ഈ മർമ്മം നമ്മൾക്കറിയാം. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ളതായ ഗൗരവകരമായ കാര്യം മറന്നു പോകാറുണ്ട്. ഈ മർമ്മം മനസ്സിലാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ ദൈവം എന്തുകൊണ്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന്റെ പുറകിലുണ്ടായിരുന്ന ഉദ്ദേശം എന്തായിരുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു, മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ഇവിടെ എഴുതിയിരിക്കുന്നു. അതിന്റെ 3:6 വാക്യം 5-6 വായിച്ചാട്ട്. 3-ാം അധ്യായത്തിന്റെ 5-6. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൻ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. പ്രിയമുള്ളവരെ, ഈ കാര്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സുവിശേഷത്താൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? പലപ്പോഴും നാം ചിന്തിക്കുന്ന സുവിശേഷത്താൽ നമ്മളെ നരകത്തിൽ നിന്ന് വിടുവിക്കാനാണ്. പലപ്പോഴും നാം അറിയാതെ ചിന്തിച്ചു പോരാണ്ട് ദൈവവും സാത്താനും തമ്മിൽ വൈരികളാണ്. ദൈവം ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു, സാത്താൻ ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഇടയ്ക്ക് ദൈവം നമ്മൾക്ക് ഒരു ജോലി തന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നരകത്തിലേക്ക് പോകുന്ന കുറച്ചു പേരെ പിടിച്ചു വലിച്ച് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ആ വേലയും കർത്താവ് തന്നിരിക്കുക എന്ന് നാം അറിയാതെ ചിന്തിച്ചു പോകാറുണ്ട്. പ്രിയമുള്ളവരെ, ദൈവവും സാത്താനും തമ്മിൽ യാതൊരു വൈര്യവുമില്ല. ദൈവത്തിന്റെ സൃഷ്ടിയാണ് സാത്താൻ. സാത്താനെ ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം കൽപ്പിക്കുമ്പോൾ സാത്താൻ അവന്റെ മുമ്പിൽ വന്ന് നിന്നേ ഒക്കെ ഉള്ളൂ.
ഇയ്യോബിന്റെ കാര്യം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ദൂതന്മാർ നിന്നപ്പോൾ സാത്താൻ അവന്റെ അടുക്കൽ പോയി നിന്നു. പിന്നെ നാമും സാത്താനുമായിട്ട് വൈരി ആക്കി ദൈവം തീർത്തിരിക്കുകയാണ്. കാരണം ഈ വൈരിയെ ജയിച്ച് നാം യേശുവിനോടുകൂടി അവന്റെ സിംഹാസനം ഇരിക്കാൻ യോഗ്യന. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3:21 വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 3 Revelation 3:21 3:21 വായിച്ചാൽ, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. സാത്താനെ നമ്മുടെ വൈരിയാക്കിയിരിക്കുന്നത് നാം ജയിച്ച്, കർത്താവായ യേശു ക്രിസ്തു ജയിച്ച് പിതാവിന്റെ സിംഹാസനം ഇരുന്ന പോലെ നാമും അവനോടുകൂടെ സിംഹാസനം ഇരിക്കണം. അപ്പോൾ സുവിശേഷം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഏക ശരീരസ്ഥരായി തീരുക. അതാണ് അതിന്റെ മർമ്മം. സുവിശേഷം കൊണ്ട് ശ്രദ്ധിക്കണേ, സുവിശേഷം കൊണ്ട് പാപം ക്ഷമിക്കപ്പെടുക മാത്രമല്ല, രോഗത്തിൽ നിന്ന് സൗഖ്യം വരിക അതല്ല, ആശ്വാസം പ്രാപിക്കുക എന്നല്ല. സുവിശേഷം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന പ്ലാൻ, മനുഷ്യരാകുന്ന നാം ദൈവത്തിന്റെ ശരീരത്തിന്റെ അംഗങ്ങളായി തീരുക, ഏക ശരീരസ്ഥരായി തീരുക, ദൈവത്തോട് തുല്യരായി തീരുക. ക്രിസ്തുവിന്റെ ആ ശരീരത്തിന്റെ തല കർത്താവായ യേശു ക്രിസ്തു, നാം എല്ലാവരും ശരീരത്തിന്റെ അംഗങ്ങൾ. ഇതാണ് സുവിശേഷം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് പൂർണ്ണതയിലേക്ക് വരുവാൻ എല്ലാവരെയും നിർബന്ധിക്കുന്നത്. ഈ ലക്ഷ്യം നമ്മുടെ മുൻപിലില്ല എങ്കിൽ നമ്മൾ സുവിശേഷം കൊണ്ട് രോഗികളെയും സൗഖ്യമാക്കി ആശ്വാസവും പറഞ്ഞു കൊടുത്ത് നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. ഒടുവിൽ വലിയ നഷ്ടമായി പോകും, ഭയങ്കര നഷ്ടമായി പോകും. കാഹളം കേൾക്കയില്ല. ക്രിസ്തുവിന്റെ ശരീരസ്ഥരായവർ മാത്രമേ കാഹളം കേൾക്കുകയുള്ളൂ. എല്ലാവരും ഓർത്തുകൊള്ളണേ. ദൈവത്തിന്റെ ആലയത്തിൽ ഇന്ന് അനേകര് ദയ പ്രാപിക്കാൻ വരുന്നുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന അനേകരുണ്ട്. ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നവർ അനേകരുണ്ട്. അവരാരും കാഹളം കേൾക്കയില്ല. കാഹള ശബ്ദം കേൾക്കുന്നവർ ആര് മാത്രം? ക്രിസ്തുവിന്റെ ശരീരസ്ഥരായവർ മാത്രമേ കാഹളം കേൾക്കുകയുള്ളൂ. ഓർത്തുകൊള്ളണം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വരത്തില്ല, മേഘത്തിൽ